ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? നമ്മളോട് സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് നേരിട്ട് സംസാരിക്കാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സന്തോഷകാര്യം നിങ്ങളുടെ അടുത്ത് നേരിട്ട് തന്നെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തമ്പനയിലും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് തന്നെയാണ് കാര്യം. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു. ഓമലേ ജീവനിൽ അമൃതേകാനായി വീണ്ടും എന്നിലേതോർമകളായി നിലാവിൻ മുത്തേ നീ. നമ്മുടെ 3 പേരുടെയും ഇടയിലേക്ക് ഒരാളും കൂടെ വരികയാണ്. അതിന്റെ സന്തോഷത്തിലാണ് നമ്മൾ. ഇപ്പം ഞാൻ പ്രഗ്നന്റ് ആണ്. ഇപ്പം 3 മാസമായി. 3 മാസം കംപ്ലീറ്റ് ആകാൻ പോകുന്നു. നെക്സ്റ്റ് വീക്കാണ് കേട്ടോ 3-ാം മാസത്തെ സ്കാനിങ് വരുന്നത്. അപ്പോൾ ഈ ഒരു സന്തോഷകാര്യമാണ് നിങ്ങളുടെ അടുത്ത് എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും ഡിലേ ആയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യത്തെ സ്കാനിങ് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചെങ്കിലും അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ക്ഷീണവും ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നു. ബെഡിൽ നിന്ന് എഴുന്നേക്കുന്നേ ഇല്ലായിരുന്നു. ഫുൾ ടൈം കിടപ്പായിരുന്നു. അപ്പോൾ ആ സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാനോ ഒന്നും പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ഇത്രയും താമസിച്ചല്ലാതെ അത് സസ്പെൻസ് ആയിട്ട് വെച്ചുകൊണ്ടിരുന്നോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. അങ്ങനെയൊന്നും ആരും വിചാരിക്കരുത്. അപ്പം ഇനിയെങ്കിലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ അത് മോശമല്ലേ. അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പം ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇങ്ങനെ ക്യാമറയുടെ മുന്നിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ആകെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ അതൊന്ന് ക്ഷമിച്ചേക്കുക. പിന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ ഇവിടെ ഉണ്ട്. അമ്മ ഇപ്പോൾ 1 മാസമായി വന്നിട്ട്. അമ്മ ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകുന്ന. അമ്മയെല്ലാം കുക്ക് ചെയ്ത് തരികയും കാര്യങ്ങളും എല്ലാം അമ്മ തന്നെയാണ് നോക്കുന്നത്. ഞാനൊന്നും ചെയ്യാറില്ല. കാരണം ആ ഒരു ആക്റ്റീവായിട്ട് ഞാൻ വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സമയമാണല്ലോ. അപ്പോൾ ആ ഒരു സമയം ഇപ്പോൾ കഴിയാറാവുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്ഷീണമൊക്കെ കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും വീണ്ടും ആക്റ്റീവ് ആകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പാത്തു ആണെങ്കിലും ഹാപ്പിയാണ്. നമ്മളെല്ലാവരും ഹാപ്പിയാണ്. പാത്തു ബേബി എന്നാ വരുന്നതെന്നുള്ള ആ ഒരു വെയിറ്റിങ്ങിലാണ് കേട്ടോ പാത്തു ഇരിക്കുന്നത്. അപ്പോൾ അത് സ്കൂളിൽ പോയേക്കാണ്. ആ സമയത്താണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തന്നെ. പിന്നെ നമ്മളിവിടെ തന്നെ ബാംഗ്ലൂർ എൻ്റെ മദർഹുഡിൽ ഡോക്ടറെയാണ് കാണിക്കുന്നത്. പാത്തുവിൻ്റെ സമയത്തും അതേ ഡോക്ടറെയായിരുന്നു കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഡോക്ടറെ തന്നെയാണ് ഇപ്പോൾ ഇവിടെയും കാണിക്കുന്നത്. പിന്നെ ഫുഡിൻ്റെ കാര്യമൊക്കെ പറയുവാണെങ്കിൽ, ഞാനിപ്പോൾ ഒന്നും തന്നെ കുക്ക് ചെയ്യുന്നില്ല, ഓർഡർ എടുക്കുന്നില്ല എന്ന് കുറേ പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചായിരുന്നു. ഓർഡർ ഒന്നും എടുക്കുന്നത് പോയിട്ട് വീട്ടിൽ തന്നെ ഞാനൊന്നും കുക്ക് ചെയ്യാറില്ല. അമ്മയാണ് എല്ലാം ചെയ്യുന്നത്. ചില സ്മെല്ലുകൾ പറ്റുന്നില്ല. ഫുഡാണെങ്കിലും എല്ലാം ഒന്നും പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ നോൺ വെജ് ആണെങ്കിൽ ഫിഷ് മാത്രം കഴിക്കും. ചിക്കൻ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും എനിക്ക് വേണ്ട. അപ്പോൾ ഇതൊക്കെ മാറി മാറി വരും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ഇതൊക്കെ മാറും. പാത്തുവിൻ്റെ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഈ സമയത്ത് എനിക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടുകൾ കൂടുതലായിരുന്നു. വൊമിറ്റിങ് ആ സമയത്തെക്കാട്ടിലും കുറവായിരുന്നെങ്കിലും ക്ഷീണവും കാര്യങ്ങളും ഇത്തവണ ഇത്തിരി കൂടുതലായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പം കഴിഞ്ഞ് വരുന്നു, ഓക്കെ ആയിട്ട് വരുന്നു. അപ്പോൾ ഇനിയിപ്പം അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്നാലും ക്ഷീണം ഇല്ലാത്ത സമയത്ത് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഇടാനായിട്ട് ഞാൻ ശ്രമിക്കാം. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കേട്ടോ ഇത്രയും ഡിലേ ആയത് വീഡിയോ ഇടാനായിട്ട്. പിന്നെ വീഡിയോ ഇടാതിരുന്ന സമയത്ത് ഒരുപാട് പേര് നമ്മളെ അന്വേഷിച്ചായിരുന്നു. പഴയ വീഡിയോയുടെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുന്നവരുണ്ടായിരുന്നു. അതുപോലെ തന്നെ പേഴ്സണൽ മെസ്സേജ് അയക്കും, ഇൻസ്റ്റയിൽ വന്നിട്ട് മെസ്സേജ് അയക്കും, മെയിൽ ചെയ്യും. അങ്ങനെയൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാരിയിങ് ആണ്, അതുകൊണ്ടാണെന്ന്. അപ്പോൾ അവർക്കൊക്കെ കുറച്ച് പേർക്കൊക്കെ അതുകൊണ്ട് അറിയാം. ബാക്കി എല്ലാവരോടുമായിട്ട് നമ്മൾ ഈ ഒരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാണ്. നമ്മൾ 3 പേരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. പുതിയ ആളെ എന്താ പറയുക സ്വീകരിക്കാനായിട്ട്. ശരിക്കും ഡ്യൂ ഡേറ്റ് വരുന്നത് ജാനുവരി 1st വീക്കാണ്. പക്ഷെങ്കിൽ ഡിസംബർ ലാസ്റ്റിലേക്ക് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാവണം ഇനി അങ്ങോട്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഇതുവരെയുള്ള ഒരു സപ്പോർട്ടിനൊക്കെ ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.